പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി എന്ന് പറഞ്ഞാൽ കടലിന്റെ ഒത്ത നടുക്കിലെത്തി. സ്തോത്രം. പടക്. ഹല്ലേലൂയ. ആ സമയം എന്ന് പറയുന്നത് അതിന്റെ താഴെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പടക് കരവിട്ട് പല ദൂരത്തേക്കായി കടലിന്റെ ഒത്ത നടുവിലേക്ക് പടക് എത്തി. ആ സമയം എന്ന് പറയുന്നത് 4-ാം യാമമായിരുന്നു. രാത്രിയിലെ 4-ാം യാമമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തനിക്ക് മുൻപായി പറഞ്ഞു വിട്ടു. താൻ തനിച്ച് ഇരിക്കുവാനായിട്ടിടയായി തീർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പടക് പല ദൂരത്തേക്കായി കടലിന്റെ ഒത്ത നടുക്കിലേക്ക് എത്തിയപ്പോൾ 24-ാം വാക്യം, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. തിരകളാൽ വലഞ്ഞിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാൽ പ്രൈസ് ദി ലോർഡ് വലഞ്ഞിരിക്കുന്ന ജീവിതമാണോ നിങ്ങളെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ശിഷ്യന്മാരുടെ ആ പ്രതികൂല സാഹചര്യം, ആ സാഹചര്യം പ്രതികൂലമായിരുന്നു. കാരണം ഒത്ത കടലിൻ്റെ നടുക്കിലെത്തിയപ്പോൾ പ്രശ്നം കടന്നു വന്നു. എന്താണ് പ്രശ്നം കടന്നു വന്നത്? കാറ്റ് അവർക്ക് പ്രതികൂലമാകെ കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. കടലിൻ്റെ ഒത്ത നടുക്കിലെത്തി എന്ന് പറഞ്ഞാൽ ഒരു സഹായമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടു. അതാ വലയുക എന്ന് പറയുന്നത്. ആരുടെയും സഹായമില്ലാത്ത, ആരുടെയും എന്താ പറയാ, ഒത്താശയില്ലാത്ത, സഹായമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ശിഷ്യന്മാർ മാറ്റപ്പെട്ടു. എല്ലാ സഹായവും നിന്നുപോയി. മനുഷ്യരുടെ സഹായം നിന്നുപോയി. ലോകത്തിൻ്റെ സഹായം നിന്നുപോയി. ആരും സഹായിപ്പാനില്ല. ഇപ്പോൾ ഒത്ത കടലിൻ്റെ നടുക്കിലായിരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ എഴുന്നേറ്റു. കാറ്റ് പ്രതികൂലമായി. അതുകൊണ്ട് അലകൾ അടിക്കുവാൻ തുടങ്ങി. ആ അലകളാൽ അവർ വലയുവാനായിട്ടിടയായി തീർന്നു. അലകളാൽ വലയുന്ന പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ വലഞ്ഞിരിക്കുന്നവരെ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും പോകുവാൻ കഴിയാതെ വണ്ണം വളഞ്ഞിരിക്കുന്നവരെ, ഞാൻ മുമ്പ് ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞു. അവർ ചെങ്കടലിന്റെ അരികിലെത്തിയപ്പോൾ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, പുറകോട്ട് പോകുവാനും കഴിയുന്നില്ല, ഇരുവശങ്ങളിലേക്കും പോകുവാൻ കഴിയുന്നില്ല. വലഞ്ഞു. ജനം വലയുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് നിന്റെ പ്രശ്നത്തിൻ്റെ ആഘാതത്തിൽ വളഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിന്റെ മുൻപിൽ എങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഹല്ലേലൂയ വഴി നീ ചിന്തിക്കുന്നത് പോലെയല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നീ ചിന്തിക്കുന്നത് പോലെയല്ല. ഇന്ന് വലഞ്ഞിരിക്കുന്ന ഹൃദയമേ, വലഞ്ഞിരിക്കുന്ന ജീവിതമേ, കാറ്റിൻ്റെ പ്രതികൂലത കൊണ്ട് അലകളാൽ വലഞ്ഞിരിക്കുന്ന ജീവിതമേ, ഹല്ലേലൂയ, ഒത്ത നടുക്ക് ജീവിതം ഇപ്പോൾ ഒത്ത നടുക്കെത്തിയിരിക്കുകയാണ്. കടലിൻ്റെ ഒത്ത നടുക്കിലെത്തിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ വണ്ണം, ആരും സഹായമില്ലാത്ത ഒരു സന്ദർഭത്തിലേക്ക്, ഒരു സമയത്തിലേക്ക് നീ എത്തിയെങ്കിൽ അതൊരു പക്ഷേ സാമ്പത്തികമായ വിഷയമാകാം. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം സാമ്പത്തികം നിന്നെ വലച്ചുകൊണ്ടിരിക്കുകയാണോ? സ്തോത്രം. രോഗം നിന്നെ വലച്ചുകൊണ്ടിരിക്കുകയാണോ? സ്തോത്രം. ഏത് ടെസ്റ്റ് എടുത്താലും അതെല്ലാം നെഗറ്റീവായി, അതെല്ലാം നിനക്ക് വലിയ ദോഷമായി, പ്രതികൂലമായി, പോസിറ്റീവായി വരുന്ന അവസ്ഥയിലേക്കാണ് മാറ്റപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്താലും അതിലൊരു വിജയം കാണുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന, വലയുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ട മകനെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നീ വിചാരിക്കുന്നത് പോലെയല്ല വെളിപ്പെട്ടു വരാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? അലകളാൽ വലഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർ, ഈ അലകളാൽ വലയവൻ കാരണം കാറ്റ് പ്രതികൂലമായതുകൊണ്ട്, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ
നീ വലഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, തലമുറകളോടുള്ള ബന്ധത്തിൽ നിന്റെ തലമുറ അലഞ്ഞ് തിരിഞ്ഞടക്കുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ നിന്റെ തലമുറ? അങ്ങനെയാണെങ്കിൽ തലമുറയെ നോക്കി ഞാൻ ദൂത് വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തി നീ ചിന്തിക്കുന്നത് പോലെയല്ല വെളിപ്പെട്ടു വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ യേശു അവരെ പറഞ്ഞയച്ചു. അവർ കരവിട്ട് ഒത്ത കടലിന്റെ നടുക്കിലെത്തി. എത്തിയപ്പോഴാണ് പ്രശ്നം ആരംഭിച്ചു. കാറ്റ് പ്രതികൂലമായി, തിരകളാൽ വലയുവാനായിട്ടിടെ. ആ വാക്കെന്നെ വളരെ ചിന്തിപ്പാനായിട്ടിടയായിരുന്നു. വലഞ്ഞു എന്ന് പറഞ്ഞാൽ സഹായത്തിന് ആരുമില്ല. പണ്ടൊക്കെ സഹായത്തിന് ആളുണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ വിളിച്ചാൽ വരുമായിരുന്നു, ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സ്തോത്രം. 1 2 ഹല്ലേലൂയ പേർ നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. അവിടുത്തെ 10 20 കേട്ടാൽ അവർ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, കഥ മാറി. ഹല്ലേലൂയ. അവരെല്ലാം നമ്മളെ വിട്ട് നീങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവർ നമ്മളെ ഹല്ലേലൂയ വേറെ രീതിയിൽ കാണുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സഹായം നിൽക്കുവാൻ തുടങ്ങി. സഹായിക്കുന്നവർ ദൂരം പോകുവാൻ തുടങ്ങി. ഇപ്പോൾ നീ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. നിന്റെ കുടുംബം വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. നിന്റെ തലമുറ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. കർത്താവ് എന്തു ചെയ്യണം? ബിസിനസ് തകർന്ന് വലയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ ജീവിതം വലയുവാൻ തുടങ്ങി. ഇനി മുൻപോട്ടോ പുറകോട്ടോ എങ്ങോട്ടും പോകുവാൻ കഴിയാതെ വണ്ണം സഹായം നിന്നുപോയി. ആ സമയം 4-ാം യാമമാണെന്ന് നമുക്ക് താഴെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. 25-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 24 25 നാം വായിക്കുന്നു. അവൻ കടലിന്മേൽ. ഹല്ലേലൂയ. സ്തോത്രം. 25 രാത്രിയിലെ 4-ാം യാമത്തിൽ അവർ അലകളാൽ വലഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ വലഞ്ഞ് സഹായമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ വണ്ണം അവർ ഒരു കുടുക്കിൽ അകപ്പെട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു കുടുക്കിൽ അകപ്പെട്ടു. പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ഒരു കുടുക്കിൽ അകപ്പെട്ട് കിടക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഒരു കുടുക്കിൽ അകപ്പെട്ട് കിടക്കുന്ന അവസ്ഥ. അതിൽ നിന്നും പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം വലഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. ആ വലഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ 25-ാമത്തെ വാക്യം വായിക്കുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ. രാത്രിയിലെ 4-ാം യാമത്തിൽ. ആ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രിയിലെ 4-ാം യാമം. ആരുടെയും സഹായമില്ലാത്ത, വിളിച്ചാൽ ആരും കേൾക്കാത്ത, ഒരു മനുഷ്യൻ പോലും ഓടി വരാത്ത ഒരു സമയമാണ് 4-ാം യാമം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാവരും ഗാഢനിദ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാം 4 പക്കവും ചലനമറ്റ് കിടക്കുന്ന ഒരു സമയമാണ് 4-ാം യാമം എന്ന് പറയുന്നത്. ഈ 4-ാം യാമത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, കാറ്റിൻ്റെ ശക്തിയാൽ അലകളാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി അഗോചരമായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ രാത്രിയിലെ 4-ാം യാമത്തിൽ 24 രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. വലഞ്ഞിരുന്ന രാത്രിയിലെ 4-ാം യാമത്തിൽ വിളിച്ചാൽ ആരും കേൾക്കാത്ത, സഹായിപ്പാൻ ആരുമില്ലാത്ത ആ സന്ദർഭത്തിൽ രാത്രിയിലെ 4-ാം യാമത്തിൽ കടൽമേലെ നടന്നു വരുന്ന യേശു കടൽമേലെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. സ്തോത്രം. അവരുടെ അടുക്കൽ വന്നു. വലഞ്ഞിരിക്കുന്നവരുടെ അടുക്കൽ വന്നു. ആ പ്രതികൂല സാഹചര്യത്തിലൂടെ നടന്നു വരുന്നവൻ ഒരാൾ മാത്രമാണ്. അത് യേശു മാത്രമാണ്. യേശുവിന് മാത്രമേ അങ്ങനെ കഴിയുകയുള്ളൂ. നിന്റെ സഹായം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നീ സഹായമില്ലാത്തവനായി വലഞ്ഞു പോകുമ്പോൾ നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസ്സനാകിയ യേശുവാണ്.
വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. നിന്റെ ഈ വലഞ്ഞ അവസ്ഥയിൽ നിന്റെ അടുക്കിലേക്ക് വേറെ ആരും ഇറങ്ങി വരികയില്ല. കാരണം നീ വലഞ്ഞിരിക്കുന്നവനാ. നിന്റെ കയ്യിൽ ഒന്നും എടുക്കുവാനായിട്ടില്ല. നീ സകലത്തിലും വലഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വലച്ചലിൽ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് സർവശക്തനായ യേശു ക്രിസ്തു. നോക്കിക്കേ, അവർ ആ കടലിന്റെ ഒത്ത നടുവിൽ കാറ്റ് പ്രതികൂലമായി തിരകളാൽ അവർ വലഞ്ഞപ്പോൾ ആ കടലിന്മീതെ നടന്നു വരുന്ന ഒരു യേശു. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവർക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തങ്ങളുടെ ഈ വലച്ചലിന്റെ അനുഭവത്തിൽ, ഈ സാഹചര്യത്തിൽ യേശുക്രിസ്തു കടൽ മീതെ നടന്നു വരുമെന്ന ആ കാര്യം അവർ ചിന്തിച്ചതേയില്ല. കാരണം ഇതുവരേക്കും യേശു കടൽമേൽ നടന്നവർ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, നീ കാണാത്ത കാര്യം ആയതുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്യുകയില്ല എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ഇതുവരെ കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുകയില്ല എന്ന് നീ പറയരുത്, വിചാരിക്കരുത്, വിശ്വസിക്കാതിരിക്കരുത്. ഇവിടെ യേശു കടൽ മീതെ നടക്കുന്നത് ഇവർ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് രാത്രി 4-ാം യാമത്തിൽ വലഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു കടൽ മീതെ നടന്നു വരുന്നത് അവർ കണ്ട് ഭ്രമിക്കുവാനായിട്ടിടയായി തീർന്നു. ഭ്രമിക്കുവാൻ കാരണം എന്താ? ഈ സമയത്ത് കടൽ മീതെ നടന്നു വരുവാൻ ആർക്കും കഴിയുകയില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ല. പക്ഷേ യേശു നടന്ന് അവരുടെ അടുക്കൽ വന്നു. അതവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ ഭ്രമിച്ചുപോയി. അവരൊരു ഭൂതമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭൂതങ്ങളാണ്, അവരുടെ വിശ്വാസപ്രകാരം ഭൂതമാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ച് ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഞങ്ങളെ രക്ഷിപ്പാൻ യേശു കടന്നു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത വഴിയിലൂടെ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ വിചാരിക്കാത്ത വഴിയിലൂടെ നടന്നു വരുന്ന, നിന്റെ വലഞ്ഞുപോയ സാഹചര്യത്തെ ചവിട്ടി മിതിച്ചുകൊണ്ട് വരുന്ന ഒരുവനാണ് നീ ആരാധിക്കുന്ന കർത്താവ്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിഷേധിക്കുന്ന കർത്താവ്. നിന്റെ ചിന്ത പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നീ ഏത് പ്രശ്നത്തിൽ വലഞ്ഞിരിക്കുന്നുവോ, നിന്നെ ഏത് പ്രശ്നം നിന്നെ പിടിച്ചിരിക്കുന്നുവോ, അതിൻ്റെ മേൽ നടന്നു വരുന്ന ഒരു യേശുവിനെ അവർ കാണുവാനായിട്ടിടയായി തീർന്നു. അവർ വലഞ്ഞപ്പോൾ അവരുടെ അടുക്കൽ കടലിൻ്റെ മേലെ നടന്നു വന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. യേശുവിനെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, യേശുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നിന്റെ വലഞ്ഞ അവസ്ഥയിലേക്ക്, നിന്റെ വലഞ്ഞ ജീവിതത്തിലേക്ക്, നിന്റെ വലഞ്ഞ കുടുംബത്തിലേക്ക് അത് ഇറങ്ങി വരുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റു ഒന്നിനും കഴിയുകയില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവ് തീർച്ചയായും കർത്താവിൻ്റെ പദ്ധതി ദൈവം നിന്റെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയിലൂടെ എൻ്റെ കർത്താവ് നിന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവർ വലഞ്ഞിരുന്ന അവസ്ഥയിലേക്ക്, ആ ഒത്ത കടലിൻ്റെ നടുക്കിലേക്ക് യേശു നടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. യേശു നടന്നു വരുന്ന അവർ ഒരിക്കലും ചിന്തിച്ചില്ല. അവിടെ ഹൃദയത്തിൽ അപ്പണിപ്പെട്ടു അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായില്ല. അവർ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹല്ലേലൂയ, 27-ാം വാക്യം വായിക്കുമ്പോൾ അവർ 26-ന്റെ അവർ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. യേശു ഇങ്ങനെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് യേശു നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. നീ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ കർത്താവ് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ചില ഹല്ലേലൂയ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ചിലതാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് ചെയ്യുവാനായിട്ട് പോകുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആമേൻ എന്ന് പ്രാർത്ഥിച്ച ദൂതേറ്റെടുത്തു. ഹല്ലേലൂയ.
നീ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. നീ പ്രതീക്ഷിക്കാത്ത വഴിയുടെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ശിഷ്യന്മാർ ഒരിക്കലും വിചാരിച്ചു 4-ാം യാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അരുമനാഥൻ നടന്നു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ ഭയന്നു, നിലവിളിച്ചു, പേടിച്ചു നിലവിളിച്ചു. ആമേൻ, 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 ആമേൻ. നിന്റെ അലഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക്, നിന്റെ അലഞ്ഞിരിക്കുന്ന ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. പ്രാർത്ഥിച്ചോ? എല്ലാ കണ്ണുകളും അടച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ദൈവം ചില കാര്യങ്ങൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ ചിന്തിച്ചതുപോലെയല്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നീ ചിന്തിച്ചതുപോലെയല്ല ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിന്റെ വലഞ്ഞിരിക്കുന്ന പ്രശ്നത്തിൽ നടന്നു വരുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി പ്രവർത്തിക്കുന്നവനാണ് നീ ആരാധിക്കുന്ന കർത്താവ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അത് ഏത് വഴിയിലൂടെ എന്ന് നീ ചോദിക്കണ്ട. ആമേൻ. എൻ്റെ ദൈവത്തിന് 1000 വഴികളുണ്ട്. വലഞ്ഞുപോയ ശിഷ്യന്മാരെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ 4-ാം യാമത്തിൽ ഒരു മനുഷ്യനും വന്നില്ല. അതിന് പകരം ഇറങ്ങി വന്നത് അരുമനാഥനായ യേശു ക്രിസ്തു. ഇന്ന് നീ ആഗ്രഹിച്ചവർ, നീ വിശ്വസിച്ചവർ, നീ സ്നേഹിച്ചവർ ഇറങ്ങി വരാത്ത സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി നടന്നു വരുന്നുണ്ട്. എവിടെ? നിന്റെ സാഹചര്യത്തിലൂടെ, നീ വലഞ്ഞു പോയ ആ പ്രതിസന്ധിയിലൂടെ, ആ കടൽ മീതെ നടന്നു വരിക. അതിനെ ചവിട്ടി വിധിച്ച് എൻ്റെ കർത്താവ് വരികയാ. നീ പേടിക്കണം, നീ ഭാരപ്പെടണ്ട. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിച്ചോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന്റെ പല വഴികളുണ്ട്. നീ ചിന്തിക്കാത്ത രീതിയിലൂടെ എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നീ വിചാരിക്കാത്ത വഴിയിലൂടെ എൻ്റെ കർത്താവ് നടന്നു വരും. പ്രൈസ് ദി ലോർഡ്. നീ ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. ശിഷ്യന്മാർ 4-ാം യാമത്തിൽ ഭയന്നുപോയ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് നടന്നു വന്ന യേശു ക്രിസ്തു